PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പെക്സ് സൊസൈറ്റി LD ക്ലർക്ക് CSEB എക്സാമുകൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട കോർപ്പറേഷനിലെ കുറച്ച് ചോദ്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ സെറ്റ് ഓഫ് റൂൾസ് that govern the life and activities of a cooperative organization is called dash. A set of rules that govern the life and activities of a cooperative organization is called dash. ഉത്തരം: കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെ എന്താണ് പറയുന്നത്? അതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏതൊരു എക്സാം എടുത്താലും നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഇപ്പോൾ നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 1995 ICA അഡോപ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 4 സ്റ്റേജുകളിലായിട്ടാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നും 1995 ICA അഡോപ്റ്റ് ചെയ്ത, അതായത് നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഇപ്പോൾ നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 1995 ICA അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ്. അത് 7 എണ്ണമാണുള്ളത്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, തുറന്നതും സ്വമേധയാ ഉള്ളതുമായ അംഗത്വം. 2 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, അംഗങ്ങളുടെ ജനാധിപത്യ നിയന്ത്രണം. 3 മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അംഗങ്ങളുടെ സാമ്പത്തിക പങ്കാളിത്തം. 4 ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, സ്വയംഭരണവും സ്വാതന്ത്ര്യവും. 5 എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, സഹകരണ വിദ്യാഭ്യാസം, പരിശീലനം, വിജ്ഞാനം. 6 കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം. 7 കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, സമൂഹത്തോടുള്ള പ്രതിബദ്ധത. ഈ 7 പ്രിൻസിപ്പിൾസാണ് 1995 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. 7 എണ്ണമാണുള്ളത്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ്. ഉത്തരം: കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. Multi-agency approach to rural credit came into existence in India as per the recommendation of Dash Committee. Multi-agency approach to rural credit came into existence in India as per the recommendations of Dash Committee. ഉത്തരം: ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ വെങ്കിട്ടപ്പൈ കമ്മിറ്റി. അതായത് റൂറൽ ക്രെഡിറ്റിലുള്ള മൾട്ടി ഏജൻസി അപ്രോച്ച് വെങ്കിട്ടപ്പൈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. 1966 ജൂലൈയിൽ ബി വെങ്കിട്ടപ്പയ്യെ ചെയർമാനാക്കിക്കൊണ്ട് RBI അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ചെയർമാൻ വെങ്കിട്ടപ്പൈ ആയതുകൊണ്ടാണ് ഇത് വെങ്കിട്ടപ്പൈ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നത്. 1969 ഇവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് മൾട്ടി ഏജൻസി അപ്രോച്ച് ഓൺ റൂറൽ ക്രെഡിറ്റ് അഥവാ ബഹുമുഖ വായ്പാ സമ്പ്രദായം. 2 സെറ്റിംഗ് അപ്പ് ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. 3 എസ്റ്റാബ്ലിഷിംഗ് ആൻ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ്. സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി. റീഹാബിലിറ്റേഷൻ ഓഫ് വീക്കർ സെൻട്രൽ ബാങ്ക്സ് ഫ്രം ഹെവി ഓവർഡ്യൂ. ഇതൊക്കെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അഥവാ വെങ്കിട്ടപ്പൈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ്. അടുത്ത ചോദ്യം: വാർ ടൈം ബേബീസ് ഈസ് എ നിക് നെയിം ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. വാർ ടൈം ബേബീസ് ഈസ് എ നിക് നെയിം ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഉത്തരം: കൺസ്യൂമർ സൊസൈറ്റീസ്. കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ നിക് നെയിമാണ് വാർ ടൈം ബേബീസ്. യൂണിവേഴ്സിറ്റി സ്റ്റോഴ്സ്,
അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് സ്റ്റോഴ്സ്, വാർ ടൈം ബേബീസ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റീസ് ആണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇന്ത്യയിൽ 4 ടയർ സ്ട്രക്ചറാണ്. കേരളത്തിൽ എത്ര ടയർ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം 3 ആണ്. ഇന്ത്യയിൽ 4 ടയർ, കേരളത്തിൽ ചോദിക്കുകയാണെങ്കിൽ 3 ടയർ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ കേരളത്തിലെ അപ്പെക്സ് ഓർഗനൈസേഷനാണ് കൺസ്യൂമർ ഫെഡ്. അപ്പോൾ വാർ ടൈം ബേബീസ് എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ നിക് നെയിമാണ്. The state famous for dairy societies in India is dash. The state famous for dairy societies in India is dash. ഉത്തരം ഗുജറാത്ത്. ഡയറി സൊസൈറ്റികൾക്ക് പേര് കേട്ട സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലാണ് ആനന്ദൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഡയറി സൊസൈറ്റികൾക്ക് പേര് കേട്ട സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഗുജറാത്താണ്. രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഡെൻമാർക്കാണ്. The National Agricultural Credit Long-Term Operation Fund is constituted under dash. The National Agricultural Credit Long-Term Operation Fund is constituted under dash. ഉത്തരം നബാർഡ്. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ നബാർഡാണ്. നബാർഡ് ഫോം ചെയ്യുന്നതിന് മുൻപേ RBI ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. 1982 നബാർഡ് ഫോം ചെയ്തതോടെ നാഷണൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നബാർഡാണ്. ഈ 2 ഫണ്ടും റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റിയാണ്. 1951 RBI അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ഹെഡായിരുന്നത് AD ഗോർവാലയാണ്. 1954 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും. ഈ നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ പേര് മാറ്റി നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാക്കി മാറ്റി. ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റിയാണ് ഉത്തരം. ദ ചെയർമാൻ ഓഫ് നബാർഡ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. ദ ചെയർമാൻ ഓഫ് നബാർഡ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റാണ് നബാർഡിൻ്റെ ചെയർമാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. നബാർഡ് നമുക്കറിയാം അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക്, അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പൂർണ്ണരൂപം. നബാർഡ് മീൻസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് ഈസ് ദ അപ്പെക്സ് റീഫിനാൻസിങ് ഏജൻസി ഇൻ ഇന്ത്യ. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. 1981 ആക്ട് പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്തത്. 1982 ജൂലൈ 12 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയാണ്. നബാർഡിൻ്റെ ഫോർമേഷനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ക്രാഫിക്കാർഡാണ്. ക്രാഫിക്കാർഡിൻ്റെ ചെയർമാനായിരുന്നു B. ശിവരാമൻ. അതുകൊണ്ട് ക്രാഫിക്കാർഡിനെ ശിവരാമൻ കമ്മിറ്റി എന്നും പറയാറുണ്ട്. ഈ ക്രാഫിക്കാർഡിൻ്റെ എക്സ്പാൻഷനും പൂർണ്ണരൂപവും ചോദിക്കാറുണ്ട്. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. ക്രാഫിക്കാർഡ് മീൻസ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നബാർഡിൻ്റെ ചെയർമാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. നബാർഡിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു രാമകൃഷ്ണയ്യ. നിലവിൽ നബാർഡിൻ്റെ ചെയർമാൻ ഷാജി KV ആണ്. നോൺ ഓവർഡ്യൂ കവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം നബാർഡാണ്. നോൺ ഓവർഡ്യൂ കവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് നബാർഡ്. നാഫഡ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. നാഫഡ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഉത്തരം 1958. 1958 ഒക്ടോബർ 2 നാഫഡ് ഫോം ചെയ്തത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഫോം ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് നാഫഡ്. നാഷണൽ ലെവൽ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. നാഫഡിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. നാഫഡ് മീൻസ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്.
എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 ഒക്ടോബർ 2-നാണ്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ക്യാംകോ ഈസ് അറ്റ് ഡാഷ്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ക്യാംകോ ഈസ് അറ്റ് ഡാഷ്. ഉത്തരം മാംഗ്ലൂർ. ക്യാംകോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മാംഗ്ലൂരാണ്. ക്യാംകോ പൂർണ്ണരൂപം പഠിച്ചിരിക്കേണ്ടതാണ്. കഴിഞ്ഞ CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ സെൻട്രൽ അരക്കനെറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ക്യാംകോ മീൻസ് ദ സെൻട്രൽ അരക്കനെറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മാംഗ്ലൂരാണ്. 1973 ജൂലൈ 11-നാണ് ക്യാംകോ രജിസ്റ്റർ ചെയ്തത്. ക്യാംകോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കേരള കർണാടക തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ക്യാംകോ. ഡാഷ് ഈസ് ദ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് കേരള ആൻഡ് കർണാടക എന്ന് ചോദിച്ചാൽ ഉത്തരം ക്യാംകോ ആണ്. പുത്തൂർ ചോക്ലേറ്റ് ഫാക്ടറി റൺ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരം ക്യാംകോയാണ്. ക്യാംകോയുടെ ഫസ്റ്റ് ഫൗണ്ടിംഗ് പ്രസിഡൻ്റാണ് വാരണാസി സുബ്ബരായ ഭട്ട്. ക്യാംകോ മീൻസ് ദ സെൻട്രൽ അരക്കനെറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മാംഗ്ലൂരാണ്. കേരള കർണാടക തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചറാണ്. കോർപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോർപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഉത്തരം 7th. കോർപ്പറേഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഷെഡ്യൂളിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം 7th ഷെഡ്യൂളാണ്. കോർപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ 7th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. The Cooperative Credit Societies Act was passed in India in the year dash. The Cooperative Credit Societies Act was passed in India in the year dash. ഉത്തരം 1904. ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വന്ന വർഷമാണ് 1904. ഇന്ത്യയിൽ ആദ്യം ഏത് ടൈപ്പ് സൊസൈറ്റീസാണ് ഫോം ചെയ്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. 1904 ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. 1904 ആക്ടിൻ്റെ ലിമിറ്റേഷൻസ് പരിഹരിക്കാനാണ് 1912 ഈ ഒരു ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ആക്ട് വന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912. അപ്പോൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ വന്ന വർഷം 1904. ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് പേയബിൾ ടു ഡാഷ്. ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് പേയബിൾ ടു ഡാഷ്. ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സഹകരണ സംഘങ്ങൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വന്ന വർഷം 1970 നവംബർ 21. കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖലയിലുള്ള അപ്പെക്സ് ഓർഗനൈസേഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അഥവാ SCU. കേരള സഹകരണ നിയമത്തിൻ്റെ സെക്ഷൻ 89 പ്രകാരമാണ് SCU എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സമസ്ത സഹകരണ ഭവൻ, തിരുവനന്തപുരം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. മാക്സിമം എഡ്യൂക്കേഷൻ ഫണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം 1 lakh ആണ്. മിനിമം 2000. മിനിമം എഡ്യൂക്കേഷൻ ഫണ്ട് ഒരു സഹകരണ സംഘം കൊടുക്കേണ്ട മിനിമം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് 2000-ഉം മാക്സിമം 1,00,000 രൂപയുമാണ്. ഓരോ സഹകരണ സംഘവും അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% കൂടാത്ത എമൗണ്ടാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. മിനിമം 2000, മാക്സിമം 1,00,000. The Foundation Congress for ICA was held at. The Foundation Congress for ICA was held at. ഉത്തരം ലണ്ടൻ. ICAയുടെ ഫോർമേഷന് കാരണമായ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചാണ്. വർഷം 1895. ICA മീൻസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫോം ചെയ്ത വർഷം 1895 ഓഗസ്റ്റ് 19. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസിലാണ്. ഫസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു. അതായത് 1895 ലണ്ടനിലായിരുന്നു ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. 1982 ജനീവയിലേക്ക് മാറ്റി. പിന്നീട് 2013 ബ്രസൽസിലേക്ക്, ബെൽജിയത്തിലെ ബ്രസൽസിലേക്ക് മാറ്റി. നിലവിൽ ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസിലാണ്.
ICAയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 1-2 ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണിത്. ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. ICA മീൻസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഫോം ചെയ്ത വർഷം 1895. ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ്. അപ്പോൾ കോർപ്പറേഷനിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട 12 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.